മിഡ് സൈസ് SUV-യിൽ ക്രെറ്റയ്ക്കും സെൽറ്റോസിനും കനത്ത വെല്ലുവിളി ഉയർത്താനായിട്ട് മാരുതി സുസുക്കി പുറത്തിറക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ പുത്തൻ വണ്ടിയാണ് വിക്ടോറിയസ്. ലെറ്റ്സ് ഗോയിലൂടെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇവൻ്റെ വിശേഷങ്ങളാണ്. ഇപ്പോൾ നമ്മൾ T20 വേൾഡ് കപ്പ് കാണുന്ന ആരാണെങ്കിലും നമ്മുടെ സ്ക്രീനിൽ ഇവനെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് മാരുതി സുസുക്കിയുടെ വിക്ടോറിയസ് എന്ന് പറയുന്ന വണ്ടിയാണ്. ഈ വിത്താരയ്ക്ക് ശേഷം അവർ ഇറക്കിയിട്ടുള്ള അടുത്ത വേർഷനാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഈ വിത്താരയുടെ ഒരു ലുക്ക് നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള LED ലൈറ്റുകൾ ഷാർപ്പായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിനകത്ത് തോന്നിയ ഒരു കാരണം ഇതിൻ്റെ ഫോഗ് ലൈറ്റ്, നമുക്കറിയാം ഫോഗ് ലൈറ്റ് ഒരു വിൻറ്റേജ് സെറ്റപ്പിലാണ്. പഴയ കാലത്തൊക്കെ ഒരു ചെറിയ ഒരു 60 അല്ലെങ്കിൽ ഒരു 0 വോൾട്ടിൻ്റെ ബൾബൊക്കെ ഇടുന്ന ഒരു സെറ്റപ്പിൽ, ഒരു വിൻറ്റേജ് സെറ്റപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്രില്ലിൻ്റെ അതിപ്രസരമൊന്നും നമുക്കിതിൽ കാണാനില്ല. ഓക്കെ, വളരെ ഒരു സ്പോർട്ടി ലുക്കിലാണ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വിക്ടോറിയസിൻ്റെ ഒരു ഫീൽ കിട്ടുന്നത്. നമുക്കിനി സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വീല് ഡ്യുവൽ ടോൺ അലോയ് വീലാണ്. 17 ഇഞ്ചസാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 210 mm വരുന്നുണ്ട്. ഒരു SUV-യെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് വിക്ടോറിയസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതെ ക്ലാഡിങ്, നല്ല ബ്ലാക്ക് കളറിലുള്ള ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അത് വണ്ടിയെ ഒരു പോസ്റ്റ് ലുക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ആ ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കളേഴ്സ് ആണെങ്കിൽ വൈറ്റ്, സിൽവർ, ഗ്രീന്, റെഡ്, അങ്ങനെ ഒരു കാർ പ്രേമിക്ക് ഇഷ്ടപ്പെടുന്ന അത്യാവശ്യം എല്ലാ ടൈപ്പ് കളേഴ്സും ഉണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇത് ബ്ലൂ ആണ്, എറ്റേണൽ ബ്ലൂ എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ബാക്കിലേക്ക് വരാം. നമ്മൾ വിക്ടോറിയസിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് ഫീൽ ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് മാരുതിയുടെ തന്നെ ബെലോനോയുടെ ഒരു ബാക്ക് സൈഡ് നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെ അതിമനോഹരമാക്കുന്ന എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് ലൈറ്റ് ഉണ്ട്. LED ബ്രേക്ക് ലൈറ്റ് ഒന്നിടവിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് നൈറ്റ് നമുക്ക് നല്ലൊരു ഫീൽ തരും. അതുപോലെ തന്നെ റിയർ വിൻഡോ വൈപ്പർ ഉണ്ട്. പിന്നീട് നമുക്ക് പറയാവുന്നതെന്ന് പറഞ്ഞാൽ സെൻസറാണ്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാനായിട്ട് സെൻസറാണ്. നമുക്കിത് കണ്ടു നോക്കാം. അത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഓപ്പൺ ചെയ്യാം. ഒന്ന്, നമുക്ക് ഓൾറെഡി ഡിക്കിയുടെ ബാക്ക് സൈഡിലൊരു ചെറിയ ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓട്ടോമാറ്റിക്കലി അത് റെഡിയാകും. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്കി മേലെ താഴേക്ക് അടയും. നമുക്കിത് സെൻസർ ചെയ്ത് എങ്ങനെ തുറക്കുമെന്ന് നോക്കാം. അത്യാവശ്യം അതിവിശാലമായ ബൂട്ട് സ്പേസ് തന്നെ നമ്മൾ വിക്ടോറിയസിന് വേണ്ടിയിട്ട് മാരുതി ഒരുക്കിയിട്ടുണ്ട്. 439 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ തന്നെ CNG ഉണ്ട്. CNG വെർഷനിലേക്ക് വരുന്ന സമയത്ത് CNGക്കുള്ള സ്പേസ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു 320 ലിറ്ററാണ് വിക്ടോറിയസ് CNGക്ക് വേണ്ടിയിട്ട് ബൂട്ട് സ്പേസ് സെറ്റാക്കിയിട്ടുള്ളത്. ഏതായാലും അത്യാവശ്യം നല്ലൊരു ട്രിപ്പൊക്കെ പോകാനുള്ള രീതിയിൽ, അത്യാവശ്യം ലഗേജൊക്കെ കൊള്ളുന്ന രീതിയിൽ തന്നെ അതിമനോഹരമായിട്ട് തന്നെ ബൂട്ട് സ്പേസ് വിക്ടോറിയസിൽ നമുക്ക് കാണാം. വിക്ടോറിയസിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഒരു രാജകീയ കല തന്നെയാണ് കേട്ടോ. ഇതിലിപ്പം നമുക്ക് വിത്താരയിൽ നിന്നും വേറിട്ട് എനിക്ക് പെട്ടെന്ന് കാണാൻ കഴിയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പുതിയൊരു ഡാഷ്ബോർഡ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ലേഔട്ട് അതിമനോഹരമായിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ ടോൺ കളറാണ് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ സീറ്റിനാണെങ്കിൽ വെന്റിലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. ഇവിടെയും ഡാഷ്ബോർഡും അതുപോലെ തന്നെ അനുബന്ധ സംഭവങ്ങളും ഒക്കെ ഈ പറഞ്ഞ ഡ്യുവൽ ടോണിൽ തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 10.25 ഇഞ്ചസാണ്. അതുപോലെ തന്നെ ഫുള്ളി ഡിജിറ്റലാണ്. നമുക്കൊരു കുഞ്ഞ് TV ഇരിക്കുന്ന പോലെയൊക്കെ തോന്നും. അതുപോലെ തന്നെ നേരെ ഇവിടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 10.1 ആണ് ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് വരുന്നത്. പിന്നെ ഇത് മാനുവലാണ്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കുമാണ്. രണ്ടും യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഓടിക്കുന്ന വണ്ടി. ഈ വേരിയൻറ്റ് ഇത് ഫുൾ ഓപ്ഷനാണ്. ഇനി ഇതിൽ എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്വിച്ചസ് എല്ലാം നമുക്ക് ഓരോ കാലിനും വരുമ്പോൾ ചേഞ്ചസ് ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളുണ്ടാവും. ഇതിൽ നമുക്ക് AC-യുടെ ഒക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേയിൽ കാണത്തക്ക രീതിയിൽ അവർ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അതുപോലെ തന്നെ എന്തോരം എയർ നമുക്ക് വേണം, അതിൻ്റെ ലെവൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളതും. പിന്നെ ആസ് യൂഷ്വൽ ഇതിൽ റേഡിയോ അതുപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മിക്കവാറുമുള്ള വണ്ടികളിലെ പോലെ തന്നെ നമുക്ക് മാനുവലി ഇതിലും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗിലും നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
സൺറൂഫ് ഉള്ള ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ അത് ഫാമിലിക്കും ബാച്ചിലേഴ്സിനും ഒരുപോലെ ഇഷ്ടമാണ്. ആ ഒരു മനസ്സറിഞ്ഞിട്ട് തന്നെ ആവണം വിക്ടോറിയസും ഒരു സൺറൂഫ്, പനോരമിക് സൺറൂഫാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം അതിവിശാലമായിട്ടുള്ള ഒരു സൺറൂഫാണ്, ഒരു മീഡിയം ലെവൽ എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് നല്ല വിഷ്വൽ സംഭവങ്ങളെല്ലാം കിട്ടും. ഇനി വിക്ടോറിയസിൻ്റെ ഇൻറ്റീരിയറിലേക്ക് അകത്തേക്ക് വരുമ്പോൾ നമുക്ക് തന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ നല്ല രസമുള്ള ഒരു സംഭവം കണ്ടെന്ന് പറഞ്ഞാൽ ഇത് ആംബിയൻ ലൈറ്റാണ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ആംബിയൻ ലൈറ്റ് വരുന്നത് ഒന്ന് ഡാഷ്ബോർഡിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അതുപോലെ 4 ഡോറുകളുടെ സൈഡിലായിട്ടും ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്. 64 കളറുകളിലായിട്ടാണ് വരുന്നത്. ഇത് നമ്മൾ സെറ്റിങ്സിൽ ആംബിയൻ ലൈറ്റ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളേഴ്സിലേക്ക് പോകാം. കളേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ 4 മോഡാണ്: റിലാക്സ്, ഹാപ്പി, ഹാർമണി, എനർജി. അത് നമുക്ക് സോങ്സും ഈ മോഡലിൽ തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആംബിയൻസ് ആയിരിക്കും. അതിനനുസരിച്ച് നമുക്ക് ഇത് കണ്ടോ, ഇത് നമുക്ക് ഏത് കളർ വേണമെന്ന് ചൂസ് ചെയ്യാം. അതിനനുസരിച്ച് കളർ അകത്ത് ചേഞ്ച് ചെയ്യും. ഇതിൻ്റെ ഏറ്റവും കിടിലമായിട്ട് നമുക്കിത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിത് നൈറ്റ് ഡ്രൈവ് തന്നെ ചെയ്യണം. നൈറ്റാണ് നല്ല മോഡൽ കിട്ടുക. അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് വന്നാൽ റീസെൻ്റായിട്ട് നമ്മൾ ഉണ്ടോ സെലക്ട് ചെയ്ത് അതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ റീസെൻ്റ് നമ്മൾ സെലക്ട് ചെയ്ത് ഏതാണോ അതിലേക്ക് ഓട്ടോമാറ്റിക് ഒരു 3 കളർ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നൈറ്റ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ഒരു കുഞ്ഞ് DJ സെറ്റപ്പിൽ കാർ ഓടിപ്പോകും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ശബ്ദമാണ്. ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എല്ലാവർക്കും വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല കിടിലൻ സോങ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ജില്ലാന്ന് നിൽക്കണം. അതിന് പറ്റിയ രീതി വിക്ടോറിയസ് ചെയ്തിട്ടുണ്ട്. ഇത് 8 സ്പീക്കേഴ്സാണ്, പ്രീമിയം ഹാർമൻ ഇൻഫിനിറ്റി സിസ്റ്റംസ് ആണ്. അതുപോലെ തന്നെ ഇത് ഡോൾബി അറ്റ്മോസ്ഫിയർ 5.1 അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിലെ നമുക്ക് ബ്ലൂടൂത്ത് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ പല രീതിയിൽ ബാക്കിലിരിക്കുന്നവർക്ക് മാത്രം ആസ്വദിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഫ്രണ്ടിൽ നമ്മൾ തനിച്ചാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇനി സെൻട്രലിലാണ് നമുക്ക് സൗണ്ട് കംപ്ലീറ്റ് എല്ലായിടത്തേക്കും പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സോങ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ബ്ലൂടൂത്ത് കണക്റ്റ് ആണ്. ഡോൾബി നമ്മൾ 5.1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡെമോ തന്നെ ഇവരിവിടെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എഞ്ചിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. ഇതിൽ പ്രധാനമായിട്ടും 3 ഓപ്ഷനുകളാണുള്ളത്. ഒന്ന് 1.5 ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് പെട്രോളാണ്. അത് 103 HP വരുന്നുണ്ട്. പിന്നെ ഉള്ളത് 1.5 ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. അത് 116 HP ആണ് വരുന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് 1.5 ലിറ്റർ CNG ഓപ്ഷനാണ്. ഈ 3 ഓപ്ഷനാണ് എഞ്ചിൻ നമുക്കുള്ളത്. വിക്ടോറിയസിന് ശരിക്കും പറഞ്ഞാൽ പെർഫോമൻസിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഇന്ധനക്ഷമതയ്ക്കാണ് മാരുതി ഇവിടെ കൂടുതൽ മുൻഗണന നൽകിയിരിക്കുന്നത്. നമുക്ക് ഓടിക്കുമ്പോൾ അറിയാം. ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മാനുവലും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ള വണ്ടിയാണിത്. അത് സ്മാർട്ട് ഹൈബ്രിഡ് വേർഷനാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മോഡലിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം ഒരു 28 കിലോമീറ്റർ നമുക്കിതിന് മൈലേജ് കിട്ടുന്നതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഇന്ധനക്ഷമതയുള്ള SUV-കളിൽ ഒന്നാണ് ഇതെന്ന് തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ CNG വേരിയൻറ്റ് മികച്ച മൈലേജ് പറയുന്നുണ്ട്. അതായത് ലിറ്ററിന് 27 കിലോമീറ്ററാണ് അവർ വാഗ്ദാനം ചെയ്യുന്ന മൈലേജ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെട്രോൾ പമ്പിൽ അടിക്കടി കയറണം, അതൊന്ന് കുറയ്ക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഒരു വിക്ടോറിയസ് ഒക്കെ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ സുരക്ഷയുടെ കാര്യത്തിൽ വിക്ടോറിയസ് നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഭാരത് NCAP-യിലും അതുപോലെ ഗ്ലോബൽ NCAP-യിലും 5 സ്റ്റാർ റേറ്റിംഗ് നമ്മുടെ ഈ വണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട്. മാരുതിയുടെ ആദ്യത്തെ ലെവൽ 2 ADAS ഫീച്ചറുള്ള കാറാണിത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ ലൈൻ കീപ്പ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ തുടങ്ങിയ ഫീച്ചറുകൾ ഡ്രൈവിംഗ് നമുക്ക് കൂടുതൽ എളുപ്പമാക്കി തരാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ സുരക്ഷയുടെ കാര്യത്തിൽ നമുക്ക് എല്ലാവരും ചോദിക്കുന്ന എയർ ബാഗുകളാണ്. ഇതിൽ 6 എയർ ബാഗുകളാണുള്ളത്. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറയുണ്ട്. അതുപോലെ ടയർ പ്രഷർ മോണിറ്ററിംഗ് എന്നിങ്ങനെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരു വലിയ നിര തന്നെ വിക്ടോറിയസിൽ അവർ ഒരുക്കിയിട്ടുണ്ട്. ക്രെറ്റയോടും സെൽറ്റോസിനോടും കിടപിടിക്കാവുന്ന രീതിയിൽ ഒരുക്കിയിരിക്കുന്ന ഒരു കിടിലൻ വണ്ടി തന്നെയാണ് വിക്ടോറിയസ്. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 10.5 lakhs മുതൽ 20 lakhs വരെയാണ്. ശരിക്കും പറഞ്ഞാൽ കുടുംബത്തോടൊപ്പം സുരക്ഷിതമായിട്ട് കുറഞ്ഞ ചിലവിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കണ്ണും പൂട്ടി തിരഞ്ഞെടുക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് വിക്ടോറിയസ്. അപ്പോൾ ഏതായാലും ലെറ്റ്സ് ഗോയുടെ മറ്റൊരു എപ്പിസോഡിലൂടെ പുതിയൊരു വണ്ടിയുടെ വിശേഷമായിട്ട് നമ്മളിനി വീണ്ടും കാണും. അതുവരേക്കും ബൈ. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.